നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിച്ചല്ലോ. ഇനിയിപ്പോൾ കണക്കെടുപ്പിൻ്റെ സമയമാണ്. ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ടോപ്പ് സ്കോറർ ആരാണ്, ടോപ്പ് അസിസ്റ്റ് ആരാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം അർജൻറ്റീനയാണ്. നമ്മൾ ഓൾറെഡി വിശദമായിട്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് ആരൊക്കെ ക്വാളിഫിക്കേഷൻ നേടി എന്നുള്ളതുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മറിച്ച് ഗോള്, അസിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കുക, 6 ഗോളുകളുമായിട്ട് സലോമൻ റോണ്ടോൺ വെനിസുലയുടെ താരം, അതുപോലെ തന്നെ എനർ വലൻസിയ എന്നിവർ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 2-ാം സ്ഥാനത്ത് മിഗ്വൽ ടെർസെറോസ് ബൊളീവിയയുടെ താരം, ഇന്നിപ്പോൾ ബ്രസീലിനെതിരെ ഗോളടിച്ചൊക്കെ അദ്ദേഹമാണ്. അതുപോലെ തന്നെ കൊളംബിയയുടെ ലൂയിസ് ഡയസ് എന്നിവർ നിൽക്കുകയാണ്. 1-മതോ? അതെന്ത് ചോദ്യമാണോ? മെസ്സി കളിക്കുന്ന ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ മെസ്സി കളിക്കുന്ന ഒരു ക്വാളിഫയറിൽ ആരൊന്നാമതാവാൻ? മെസ്സി അല്ലാതെ. സോ 1-മത് സാക്ഷാൽ ലിയോ മെസ്സിയാണ്. 8 ഗോളുകളുമായിട്ട് സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ലിയോ മെസ്സി. ഇനി അദ്ദേഹം ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ കൂടി കളിക്കില്ല, ആ കാര്യം എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ രാജകീയമായി തന്നെ അവിടെ ടോപ്പ് സ്കോററായിക്കൊണ്ട് തന്നെ അദ്ദേഹം വേൾഡ് കപ്പ് ക്വാളിഫയർ അവസാനിപ്പിക്കുകയാണ്. ഇനി അസിസ്റ്റിൻ്റെ കാര്യത്തിൽ 1-മതുള്ളത് ഹാമസ് റോഡ്രിഗസ് ആണ്. ഹാമസ് റോഡ്രിഗസ് 7 അസിസ്റ്റുകളാണ് കൊളംബിയയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നേടിയിട്ടുള്ളത്. 2-മതുള്ളത് ഉറുഗ്വായുടെ മാക്സിമിലിയാനോ അറൗഹോയും വെനിസുലയുടെ എഫേഴ്സൺ സൊറ്റെൽഡോയുമാണ്. പിന്നെ 3 അസിസ്റ്റുകളുമായിട്ട് നിരവധി പേരുണ്ട്. ഈവൻ നെയ്മർ ജൂനിയർ പോലുമുണ്ട്. നെയ്മർ ആകെ കളിച്ചത് 2023 ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ തുടക്കത്തിൽ 3-4 കളികൾ മാത്രമാണ്. എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും ഈ ലിസ്റ്റിൽ 3-മത് വരുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഏതായാലും 3 അസിസ്റ്റുകൾ ഉള്ളവരിൽ അർജൻറ്റീനക്കാർ എൻസോ ഫെർണാണ്ടസ്, ഇസിക്കിയൽ പലാസിയോസ്, ഹൂലിയൻ ആൽവേരസ്, ലിയോ മെസ്സി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ബ്രസീലിൽ നിന്ന് നെയ്മറുണ്ട്, ബൊളീവിയയിൽ നിന്ന് റോബർട്ടോ ഫെർണാണ്ടസ് ഉണ്ട്, കൊളംബിയയുടെ ലൂയിസ് ഡയസ് ഉണ്ട്, ഇക്വഡോറിൻ്റെ മോയിസസ് കൈസേഡയുണ്ട്. അങ്ങനെ പ്രമുഖ താരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതാ സൗത്ത് അമേരിക്കയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിച്ചു. 6 ടീമുകൾ നേരിട്ട് യോഗ്യത നേടി. അർജൻറ്റീന, ഇക്വഡോർ, കൊളംബിയ, ഉറുഗ്വായ്, ബ്രസീൽ, പരാഗ്വേ ടീമുകളാണ് നേരിട്ട് യോഗ്യത നേടിയത്. ബൊളീവിയയ്ക്ക് ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിനുള്ള യോഗ്യതയും കിട്ടിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.